ഹായ്. അപ്പോളേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു പൊറോട്ട കഥയായിട്ടാണേ. വൈകിട്ട് വന്നപ്പോഴേ അമ്മ പൊറോട്ടയ്ക്ക് കുഴച്ച് വെച്ചേക്കുന്നത് കണ്ടേ. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, ഞാൻ പൊറോട്ട ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തേ. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണേ. അമ്മയുടെയൊക്കെ കുഞ്ഞിലെ അമ്മയ്ക്കൊക്കെ ചായക്കട ഉണ്ടായിരുന്നേ. അതിൻ്റെ ഓർമ്മകളൊക്കെ അയവിറക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ പൊറോട്ട ഉണ്ടാക്കാറുണ്ട്. അപ്പോഴൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ തന്നെ ചെയ്തു നോക്കുന്നത്. അതിൻ്റേതായ പോരായ്മകൾ കാണുമെന്ന് മുൻകൂട്ടി പറഞ്ഞതാണേ. എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ ഒന്നെങ്കിലും പൊറോട്ട ഉണ്ടാക്കി നോക്കിയിരിക്കണം. കാരണം അതൊരു രസമുള്ള പണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ആഗ്രഹിച്ചൊരു പണി ചെയ്യുന്നതും കഷ്ടപ്പെട്ടൊരു പണി ചെയ്യുന്നതും രണ്ടും രണ്ടാണല്ലോ. ഇന്ന് ഞാൻ വളരെ ആഗ്രഹത്തോടെയാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്കിത് വളരെ എളുപ്പമായിട്ടാണ് തോന്നിയതും. ആദ്യം തന്നെ മുട്ടയൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിരുന്ന മാവ് കുറച്ച് സമയം പുളിപ്പിക്കാൻ വെച്ചിരുന്നേ. മാവ് എടുത്തിരുന്ന കിളിമൈദയായിരുന്നേ. അങ്ങനെ പുളിച്ച് വന്ന മാവ് 2-3 പാർട്ടായിട്ടെടുത്ത് അതിൽ നിന്ന് ഓരോന്നെടുത്തോ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണേ, എണ്ണയാണ് പ്രധാനം. ഇന്നിവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണേ. എണ്ണ മുക്കിയെങ്കിലേ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ എല്ലാ ഘട്ടങ്ങളിലും എണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കാൻ ഓർക്കേണ്ടതാണ്. അങ്ങനെ വീണ്ടും നിർത്തിയെടുത്തുകൊണ്ട് തന്നെ തുടങ്ങാം. ബോൾ പിടിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ബോൾ പിടിച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് അത് ചെറുതായിട്ട് പരത്തി വെക്കണം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ളം കൈകൾ കൊണ്ട് ഉൾഭാഗം പരത്തുകയും എന്നാൽ പുറം ഭാഗം അധികം പരന്നു പോകാതെയും ശ്രദ്ധിക്കണം. അങ്ങനെ പരത്തി വെച്ച സാധനം നമ്മൾ വീശിയെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അങ്ങനെ വീശിയെടുത്ത പൊറോട്ട പൂ പോലെ ചുറ്റിയെടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക്. എന്നിട്ടത് കൈകൊണ്ട് പരത്തി ചുട്ടെടുക്കാവുന്നതാണേ. 1-2 എണ്ണം ആയി കഴിഞ്ഞ് ചൂടോടെ നമുക്ക് അടിച്ചെടുത്ത് ചൂടോടെ നമുക്ക് കഴിക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.